ഹലോ. നമ്മൾ അന്ന് കുറേ കാര്യങ്ങളൊക്കെ നോക്കി. അതായത് വീഡിയോ കട്ട് ചെയ്യാനും ഓഡിയോ കട്ട് ചെയ്യാനും വീഡിയോ മാത്രമാക്കാനും സെപ്പറേറ്റ് ആക്കാനും പിന്നെ ട്രാൻസിഷൻസ് ഒക്കെ നോക്കി. ഇന്ന് എൻ്റെ കൂടെ മറ്റേ പയ്യനില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, പനി പിടിച്ച് വീട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയത്. നമുക്ക് അന്ന് നമ്മൾ ഈ യൂസർ ഇൻ്റർഫേസ് ഒന്നും പറഞ്ഞില്ല, അപ്പോൾ നമുക്ക് യൂസർ ഇൻ്റർഫേസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കണോ? യൂസർ ഇൻ്റർഫേസും ഇന്ന് യൂസർ ഇൻ്റർഫേസും പിന്നെ മറ്റേ ഇതും ജസ്റ്റ് നോക്കാം. ഇത് വീഡിയോ എഫക്ട്സ്, ഇത് ആഫ്റ്റർ എഫക്ട്സിലൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഈ രണ്ട് ഇതുകൾ അറിയാലോ. ഇത് നമ്മുടെ സീക്വൻസിൻ്റെ റണ്ടർ ഔട്ട്, ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഭാഗം. ഇപ്പോൾ ഇഫക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് വീഡിയോൻ്റെ കൺട്രോൾസ്, എഫക്റ്റുകൾ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ്. ഒരു മിനിറ്റ്. അപ്പോൾ വീട് തുടങ്ങി. ഇതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് വീഡിയോ നോക്കാം. പാട്ട് റഷ്യൻ സോങ്ങും നമ്മുടെ പെണ്ണാളെ പാട്ടും. ഇനി ഈ വീഡിയോയ്ക്ക് നമുക്ക് കുറച്ച് എഫക്റ്റുകൾ കൊടുക്കാം. ഇതിന് മാത്രം എഫക്റ്റ്. അപ്പോൾ നമ്മൾ ഈ സാധനം സെലക്ട് ചെയ്യണം, ഈ വീഡിയോ സെലക്ട് ചെയ്യണം, എഫക്റ്റിൽ പോകണം. ഇതിൽ വീഡിയോ എഫക്റ്റ് നമുക്ക് എന്തിനാണ്? കളർ കറക്ഷനാണോ, അല്ലെങ്കിൽ ബ്ലറാക്കണോ, അല്ലെങ്കിൽ ഇതേമാതിരി കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ കണ്ടോ. അപ്പോൾ ജനറേറ്ററിൽ നമുക്ക് എന്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും? സർക്കിൾ, ക്ലിപ്സ്, ലെൻസ് ഫ്ലെയർ, ലൈറ്റിംഗ് എഫക്റ്റുകൾ, റാമ്പ് നമുക്ക് നോക്കാം. എന്താണ് വെച്ചിട്ടുണ്ട് കേട്ടോ. റാമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇത് ഒറിജിനലായിട്ട് ബ്ലെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടോ. ഇത് ലീനിയർ റാമ്പ് നമുക്ക് റേഡിയലാക്കി റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇനി അതിൻ്റെ പോയിൻ്റ് മാറ്റാനായിട്ട് റാമിൽ സെലക്ട് ചെയ്തിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ അവൻ്റെ മോക്ക് നന്നായിട്ട് കാണണം. ഇങ്ങനെ ആക്കണം. കിട്ടില്ലേ? ഇത്ര ഉള്ളൂ. ഇനി ഇതിൻ്റെ മറ്റേ ഉള്ളിലത്തെ റേഡിയസ് ഇതൊക്കെ മാറ്റാനായിട്ട് ഇതാണ് റാമ്പ്. ഇതല്ല കേട്ടോ, ഇത് അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ വട്ടത്തിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും. ഇത് റാമ്പ്. ഇത് ഡിലീറ്റ് ചെയ്യുക. നീ ലെൻസ് ഫ്ലെയർ കയറ്റി അവൻ്റെ കണ്ണിൽ ലെൻസ് ഫ്ലെയർ ഇടണം. ലെൻസ് ഫ്ലെയർ സെലക്ട് ചെയ്യുക, ഇതിൽ കൊണ്ടുവയ്ക്കുക. ഇത് അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നില്ല, അങ്ങനെ എവിടെയെങ്കിലും വെക്കാനൊക്കെ മാത്രമാണ്. നമ്മൾ ഫോട്ടോയിൽ ലെൻസ് ഫ്ലെയർ വയ്ക്കണ മാതിരി വീഡിയോയിലും ലെൻസ് ഫ്ലെയർ വയ്ക്കാം. പിന്നെന്തിട്ടാ, ഇനി ഈ വീഡിയോയ്ക്ക് ഒന്നും എഫക്റ്റുകൾ വരില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ആദ്യം വീണ്ടും ഇവിടെ കൊടുക്കണം. പിന്നെ സെൽ പാറ്റേൺ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കാം. റാമ്പ് എഫക്റ്റ് ഇത് നമുക്ക് അതിലെന്തെങ്കിലും ജനറേറ്റ് ഓപ്ഷൻസ് ആണെങ്കിലും അതിലെന്തെങ്കിലും ഇതുണ്ടായിട്ട്. ഇനി സാധാരണ നമുക്കൊക്കെ വരിക കളർ കറക്ഷൻ വരും, ട്രാൻസ്ഫോം വരും. അതായത് ഒരു വീഡിയോ വലുതാക്കി ഇവിടെ മൂലയ്ക്ക് ഇടണം. വാട്ടർ മാർക്കൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്തിട്ട് ഇതിൽ കൊണ്ടിട്ട് ചെയ്യാം. പിന്നെ കീയിങ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? മറ്റേ ക്രോമാക്കി, അതായത് പച്ച സ്ക്രീൻ മാറ്റി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ക്രോമാക്കി. പിന്നെ ഇതിൽ ഇമേജ് കൺട്രോൾ വൈറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റൊക്കെ ആക്കാനും അതിനൊക്കെയാണ് ഇമേജ് കൺട്രോൾ. ഇനി കളർ ബാലൻസ് കിട്ടുകയും ഇതിൽ ബാക്കിയുള്ള ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇത് മാറ്റാം. പിന്നെ നോയ്സ് ആൻഡ് ഗ്രെയിൻ മറ്റേ എന്നിട്ട് പറയുക, ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ കൂട്ടിയറിയാൻ പറ്റും. അല്ല നിങ്ങൾ നോയ്സും ഗ്രെയിനൊക്കെ മാറിപ്പോണം കണ്ടല്ലോ. ഇതാണ് നോയ്സ് ആൻഡ് ഗ്രെയിൻ കണ്ടോ. ഇറ്റ്സ് വർക്ക് ലൈക്ക് ആൻ ഓൾഡ് ടി വി. പക്ഷേ ഇത് കണ്ടത് ഫുള്ളായിട്ട് റെൻഡർ ആയിട്ടില്ല. അതാണ് ഒരു സ്റ്റക്ക് തോന്നുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ റെഡ് കളറാണ്. അപ്പോൾ നമ്മളൊക്കെ എൻ്റർ അടിക്കാം. അപ്പോൾ വീഡിയോ റെൻഡറായി കിട്ടും. റെൻഡറായി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. റെൻഡറായി കഴിഞ്ഞു കണ്ട. റെൻഡറായി കഴിഞ്ഞപ്പോൾ വന്ന വ്യത്യാസം കണ്ടോ? താൽക്കാലിക റെൻഡറാണ് കേട്ടോ, താൽക്കാലിക റെൻഡർ. ഓൾഡ് ടി വി
എയർ എയർ എന്താ പറയുക, ഓവർ ദ എയർ ഉപരിതല സംപ്രേഷണത്തിൽ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ടി വി, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചു. പെർസ്പെക്റ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്നിട്ടാന്ന് നമുക്ക് നോക്കാം. എന്ത് കുന്തമാണിത്? ഓ, ഇത്രയുള്ളോ? നമുക്ക് ട്രാൻസിഷൻ എഫക്ട്സൊക്കെ ഉപയോഗിക്കാം. ഇത്ര തന്നെ സൈഡിൽ കൂടെ ഇപ്പോൾ ഒരു എന്താ പറയുക, ബാനറിൽ കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബേസിക് 3D ഇത് ഇത്ര ഉള്ളൂ. ഈ അഡോബ് പ്രീമിയർ വീഡിയോ എഡിറ്റിംഗ് ഇതൊന്നും ഒരു വലിയ സംഭവമല്ല. നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യണം. ടൈം കോഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഇവിടെ ടൈം കോഡ് കാണിക്കും. നിങ്ങളുടെ വീഡിയോ സാധാരണ നമ്മൾ ഈ സെൻസർ ക്ലിപ്പുകളൊക്കെ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, അത് സത്യം തരും. നമുക്കതിൽ ഇങ്ങനെ കാണിക്കുന്ന കാണാം, മറ്റേ പ്രേമൊക്കെ ഇറങ്ങിയില്ലേ, അപ്പോൾ ഇതിൽ ഇങ്ങനൊരു സാധനം കാണിക്കുന്നെന്ന് നാട്ടിൽ പറയണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരും. ഇനി അതിന് ടൈം കോഡ് പോയി കളയാം, കാരണം ആ സാധനം നമുക്ക് ആവശ്യമില്ല. കാരണം കല്യാണ വീഡിയോയിലൊന്നും ടൈം കോഡ് വരാറില്ല. പിന്നെ യൂട്ടിലിറ്റി സിനിയോൺ കൺവെർട്ടർ, ഇത് സിനിമ സ്റ്റൈലൊക്കെയാണെന്നാണ് അവർ പറയണത്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. നോക്കാം. സിനിമ കൺവെർട്ടർ തന്നെ, സിനിയോൺ കൺവെർട്ടർ. ഇത്തരത്തിൽ സിമ്പിൾ എഫക്റ്റുകൾ കയറ്റി സിനിമ സ്റ്റൈലാക്കാം. ഇതൊന്നും നമുക്ക് യൂസ് വരാൻ തോന്നുന്നില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് കളർ ഗ്രേഡ് ചെയ്യുന്നതിന് കളർ ബാലൻസ് ചെയ്ത് കറക്റ്റാക്കാവുന്നുള്ളൂ. പിന്നെ ടൈം ഇത് എന്തിട്ട് തേങ്ങയാണോ? പ്ലേ ആണല്ലോ. ഇത് സ്വല്പം സ്ലോ ആണ്. മതിയില്ലേ? എന്തല്ലേ? ഓ, അതാണ് എക്കോ. സോ ഓക്കെ, എക്കോ രണ്ടെണ്ണമായിട്ട് വരില്ലേ? ഒരു ആക്ഷൻ കഴിഞ്ഞ് സെയിം ആക്ഷൻ ഷാഡോ പോലെ വരില്ലേ? അതാണ് എക്കോ. ഓക്കെ, ഇനി പോസ്റ്റ് ടൈം ഇതെന്താണോ ഇനി? ഇത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനാവുന്നുണ്ട്. നമുക്കിതൊരു 30 ആക്കിയതാണ്. FPS കൂടി. FPS കൂടുതലായതാന്ന് തോന്നുന്നുണ്ട്. ഇത്ര ഉള്ളൂ കേട്ടോ, ഇത്ര ഉള്ളൂ. അഡോബ് പ്രീമിയർ പ്രോ ഇത്ര ഉള്ളൂ. ഇനി ആഫ്റ്റർ എഫക്ട്സ്, അതാണ് ഒരു ഇത്തിരി പണി. അതും അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത്. കാരണം ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. ഈ സെയിം സാധനം നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ റെൻഡർ ഔട്ട് നല്ല ക്ലാരിറ്റിയിലൊക്കെ കിട്ടും. ഇത് എനിക്കത്ര പിടിച്ച സാധനമല്ല, എന്നാലും കുഴപ്പമില്ല. വീഡിയോ എഡിറ്റിങ്ങിന് എല്ലാവരും ഉപയോഗിക്കുന്നത് പ്രീമിയർ പ്രോ തന്നെ. നമുക്ക് ഫൈനൽ വർക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും. മറ്റേ ആഫ്റ്റർ എഫക്ട്സിലൊക്കെ എഫക്റ്റും ഇങ്ങനത്തെ ക്രോമക്കി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ട്രാക്ക് ചെയ്യുക, മോഷൻ ചെയ്യുക. ഫ്രെയിം റേറ്റ് വ്യത്യാസം വന്നു, അതിനുണ്ടായേ. ഇതിപ്പോൾ ഒരു 10 ഡാൻസ് കഴിഞ്ഞാൽ സ്റ്റക്കാവും വീഡിയോ. വേണ്ടോ? അത്ര ഉള്ളൂ. ഇത് 10 ഇട്ടപ്പം ഇങ്ങനെ വന്നു. ഈ 2 കണ്ടോ? ഒരു സെക്കൻഡിൽ വെറും 2 ഫ്രെയിം. സോ ഇറ്റ്സ് ലൈക്ക് അപ്പോൾ ഒരു 8 ഇട്ട് കഴിഞ്ഞാൽ മറ്റേ സ്റ്റോപ്പ് മോഷൻ മൂവിയെ പോലെ തോന്നും നമുക്ക്. 5 ഇട്ട് കഴിഞ്ഞാൽ അതന്നെ 5 സ്റ്റോപ്പ് മോഷൻ മൂവി ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇത്ര ഉള്ളൂ. ഇനി ഇതിൻ്റെ ഇത് ഈ
ഈ ഭാഗം അതായത് ഞാനിതൊന്നും കയറ്റിയിട്ടില്ല, ഉണ്ട് ഒരു ലെൻസ് ഫ്ലയർ എടുക്കുന്നുണ്ട്. ഈ ഇത്രയും ഇത് എങ്ങനെ നമുക്ക് റെൻഡർ ചെയ്തെടുക്കാൻ നോക്കാം. സിമ്പിളാണ്, നല്ല ക്വാളിറ്റിയിൽ കിട്ടാനായിട്ട്. ഇതിൽ സീക്വൻസ് ഓൺ ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ റെൻഡർ എൻ്റർ വർക്ക് ഏരിയ അതാണ് ഓപ്ഷൻ. ഇതല്ല ഓപ്ഷൻ. സീക്വൻസിൽ ഫയലിൽ ക്ലിപ്പിൽ കോപ്പ് ഇതൊന്നല്ല സാധനം, എക്സ്പോർട്ടാണ്. ഫയൽ എക്സ്പോർട്ട് കണ്ടില്ലേ? ഫയൽ എക്സ്പോർട്ടിൽ മീഡിയ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ചെയ്യും. ഇതിൽ കേറ്റ് ഫിറ്റോ ഫില്ലോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ നമുക്ക് വേണ്ടത് ഫിറ്റാണ്. കാരണം ഈ ബ്ലാക്ക് മാർക്ക് ഓൾറെഡി ഉള്ളതാണ്. പിന്നെ AVI ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജാതി സൈസ് വരും. നമ്മുടെ H2.64 ആണ് MP4 വീഡിയോ. ഈ JPEG ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമേജ് സീക്വൻസുകളായിട്ടാണ് റെൻഡറായി കിട്ടുക. അതായത് ഒരു ഫോൾഡറിനുള്ളിലേക്ക് സേവ് ചെയ്താൽ അറിയാലോ, അല്ലെങ്കിൽ പണികളും. ഇനി നമ്മൾ H2.64 ആണ് ഞാൻ കൊടുക്കുന്നത്. അതായത് .MP4 ഇവിടെ കാണാം, അതേ MP4 ആയി ഓപ്ഷൻ, ഇവിടെ MP4 ഓപ്ഷനായി. ഇതിൽ എക്സ്പോർട്ട് ഓഡിയോ വീഡിയോ അതൊക്കെ സെയിം തന്നെ. പിന്നെ റെസൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം 1920x1080. പിന്നെ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ഉം 24ഉം 23.976 ഒക്കെ. ഇതൊക്കെ നോർമൽ മൂവി, അതായത് സിനിമയുടെ ഒരു മൂവിയുടെ ഫ്രെയിം റേറ്റുകളാണ് അതൊക്കെ. പിന്നെ അടിയിലേക്ക് പോയുള്ള ഓപ്ഷൻസ് കാണാൻ നമ്മൾ NTSC പാള്, TV സ്റ്റാൻഡേർഡാണെന്ന് കാണിക്കാൻ. നമ്മൾ ഫുൾ HD ആയ കാരണം അത് പാളാണ് നല്ലത്. NTSC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു വര ലെഫ്റ്റ് ടു റൈറ്റ് വരയ്ക്കുക, അതാണ് NTSC. പാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ NTSC ചേഞ്ച് ചെയ്യും, അങ്ങനെ സംഭവം. നീ 2 മാക്സിമം ഡെപ്ത് ഒക്കെ ടിക്ക് ചെയ്യുക, ഇങ്ങനത്തെ കേസുകളൊക്കെ കണ്ട അപ്പം ടിക്ക് ചെയ്യുക. ഇത് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും നോക്കിയോളോ ഭയങ്കരമായിട്ട് നമ്മുടെ വീഡിയോൻ്റെ സൈസ് കൂടും. കാരണം അതാണ് ബിറ്റ് റേറ്റ് എന്ന് പറയും. ഒരു സെക്കൻഡിൽ ഇതിന് അതപ്പോൾ നമ്മൾ സീക്വൻസ് സെറ്റിങ്സ് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതായിക്കോളും. നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. റെൻഡർ ചെയ്ത് ഓരോ വീഡിയോ റെൻഡർ ചെയ്ത് ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ റെൻഡർ ചെയ്യാം. കീ ഫ്രെയിം ഡിസ്റ്റൻസ് അതൊക്കെ ഡിഫോൾട്ട് തന്നെ കിടന്നാൽ മതി, അതിലൊന്നും ചെയ്യാൻ പോകണ്ട. കാരണം അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിപാടില്ല. പിന്നെ ഇതൊക്കെ മാക്സിമം ക്വാളിറ്റി യൂസ് പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ റെൻഡർ ചെയ്യുമ്പോൾ ഇവിടെ പ്രിവ്യൂ വരാനാണ് യൂസ് പ്രിവ്യൂ. അത് ഞാൻ ടിക്ക് ചെയ്യുന്നുണ്ട്. ഫ്രെയിം ബ്ലെൻഡിങ് വേണമെങ്കിൽ കൊടുക്കാം. അതെ, ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ മറ്റേതായിട്ട് ഒരു ചെറിയൊരു സ്മൂത്ത് മോഷൻ തോന്നിക്കുക, അത്രേ ഉള്ളൂ. നമുക്കത് വേണ്ട, നമുക്ക് നല്ല ഷാർപ്പ് മോഷൻ തന്നെ മതി, ബ്ലെൻഡിങ് വേണ്ട. ഇനി നമുക്ക് വർക്ക് ഏരിയ, അതായത് എൻ്റർ സീക്വൻസ് ആണ്, നമുക്ക് വർക്ക് ഏരിയ മാത്രം മതി. വർക്ക് ഏരിയയിൽ ഫുള്ള് പൊട്ടുണ്ട്, വർക്ക് ഏരിയ മാത്രം മതി. അപ്പോൾ നമുക്ക് റെൻഡർ ചെയ്യാം. പിന്നെ അത് ഇവിടെ സെലക്ട് ഔട്ട്പുട്ട് നെയിം എന്നുള്ളത് സെലക്ട് ചെയ്താൽ നമ്മുടെ വിളിക്കുക സേവ് ചെയ്യണമെന്നുള്ള ലൊക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ വീഡിയോസിലാണ് സേവ് ചെയ്യണേ. ഞാനിവിടെയാണ് എൻ്റെ വീഡിയോ സേവ് ചെയ്യാൻ പോണത്. എന്തൊക്കെ ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇവിടെയാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ടെസ്റ്റ് എന്നാണ് പേര് കൊടുക്കാൻ പോകുന്നത്. ടെസ്റ്റ് ഓൾറെഡി അവിടെ ഉണ്ടെന്ന് ടെസ്റ്റ്. അപ്പോൾ ഞാൻ ടെസ്റ്റ് പ്രീമിയർ പ്രോ ഓക്കെ, സേവ് എക്സ്പോർട്ട്. ഇത്ര ഉള്ളൂ. ഇനി അത് മുഴുവനായി കഴിഞ്ഞാൽ റെൻഡറായി. ഇവിടെ യൂസ് പ്രിവ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് സോറി കേട്ടോ, അത് ഇതിലല്ല കേട്ടോ, ആഫ്റ്റർ എഫക്ട്സിലാണ് യൂസ് പ്രിവ്യൂ. അതിന് ആഫ്റ്റർ എഫക്ട്സിൽ ഡയറക്റ്റ് ജസ്റ്റ് പറ്റാ സാധനം അറിയോ. ക്യാപ്സ് ലോക്കും ഓൺ അല്ലെങ്കിൽ ഓഫ്. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂസ് കിട്ടില്ല, ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്താൽ പ്രിവ്യൂസ് കിട്ടും. അത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ പോസ് ചെയ്യാൻ പോകട്ടോ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇത് വീഡിയോ റെൻഡർ ആയി കഴിഞ്ഞു. നമുക്ക് അത് പ്ലേ ചെയ്ത് നോക്കാം. എടുക്കുന്നത് നമ്മുടെ ടെസ്റ്റ് പ്രീമിയർ പ്രോ 36 MB ആണ്. 1 മിനിറ്റ് വീഡിയോയുടെ
കണ്ടില്ലേ, നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. കണ്ടില്ലേ, ഇത്ര ഉള്ളൂ വീഡിയോ റെൻഡർ ഔട്ട്. അതായത് നമ്മൾ ആഡ് ചെയ്ത ലെൻസ് ഫ്ലെയർ കിടക്കണു. അതായത് ഇവിടെ ലെൻസ് ഫ്ലെയർ ഉണ്ട്. ഈ വീഡിയോയിൽ നമ്മളൊന്നും ചെയ്തില്ല. ഇനി ഇതേമാതിരി എന്തെങ്കിലും ഇതിൽ വല്ല ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലിട്ടാൽ മതി, നമുക്ക് പരിഹരിക്കാം, സിമ്പിളായിട്ട് പരിഹരിക്കാം. ഓക്കെ.